അമേരിക്കയിലെ മിസിസിപ്പിയിലുള്ള ഏറ്റവും വലിയ ജൂതപ്പള്ളിയായ ബെത്ത് ഇസ്രായേൽ കോൺഗ്രിഗേഷനിൽ തീപിടുത്തം. ശനിയാഴ്ച പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. ജാക്സൺ നഗരത്തിലെ ഏക സിനഗോഗായ ഇവിടെ നടന്നത് ആസൂത്രിതമായ തീവെപ്പാണെന്ന് അധികൃതർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സിനഗോഗിലെ ലൈബ്രറിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ലൈബ്രറിയിലുണ്ടായിരുന്ന യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറയുടെ 2 ചുരുളുകൾ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ഹാളിലെ മറ്റ് 5 തോറകൾക്ക് പുകയേറ്റ് കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ 2ാം ലോക മഹായുദ്ധകാലത്തെ ഹോളോകോസ്റ്റ് അതിജീവിച്ച അപൂർവമായ ഒരു തോറ ഗ്ലാസ് കേസിനുള്ളിലായതിനാൽ ഒന്നും സംഭവിച്ചില്ല. തീപിടുത്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ പ്രതിയെയാണ് പോലീസ് പിടികൂടിയത്. പ്രതിയുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. FBI അടക്കമുള്ള ഏജൻസികളാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതൊരു ഹെയ്റ്റ് ക്രൈം ആണോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. 160 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ജൂതപ്പള്ളി ഇതിനു മുൻപും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനങ്ങളിലെ സജീവ ഇടപെടൽ കാരണം 1967 കൂ ക്ലാക്സ് ക്ലാൻ ഈ സിനഗോഗ് ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ചിരുന്നു. നഗരത്തിന്റെ ഐക്യത്തിന് നേരെയുള്ള ആക്രമണമാണിതെന്ന് ജാക്സൺ മേയർ ജോൺ ഹോൺ പറഞ്ഞു. വിദ്വേഷം പടർത്തുന്ന ഇത്തരം പ്രവൃത്തികളെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിനഗോഗിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനാൽ താൽക്കാലികമായി സമീപത്തെ പള്ളിയിലോ മറ്റ് കേന്ദ്രങ്ങളിലോ വെച്ച് പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്താനാണ് ജൂത സമൂഹത്തിന്റെ തീരുമാനം. ഞങ്ങൾ തകരില്ല. ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് ഞങ്ങൾ സിനഗോഗ് പുനർനിർമ്മിക്കുമെന്ന് ആരാധനാലയത്തിന്റെ പ്രസിഡന്റ് അറിയിച്ചു.